ഹായ് നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു സൂപ്പർ പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ പറയുന്നത്. നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന അതേപോലത്തെ പഴംപൊരി വീട്ടിലുണ്ടാക്കാം. എങ്ങനെയാണ് അതിൻ്റെ കൂട്ടെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിൽ ഞാൻ ഒരു പഴം രണ്ടായിട്ട് നടുവിൽ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ശേഷമാണ് പീസുകളാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ. ഈ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയാക്കാം കേട്ടോ. പിന്നീട് ഞാൻ ചേർക്കുന്നത് ദോശമാവാണ്. 1/2 കപ്പ് ദോശമാവ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ദോശക്കൊക്കെ അരച്ച് വെച്ചിട്ടുള്ള മാവ് തന്നെ മതി. അത് 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നു. പിന്നീട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ ഇഷ്ടത്തിനാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം, അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാതെയും ചെയ്യാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നീട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നീട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് റെഡിയാക്കി എടുക്കുക. കൂടുതൽ വെള്ളമായി പോകരുത് കേട്ടോ. നമുക്കറിയാലോ പഴംപൊരി ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് കട്ടിയുള്ള ബാറ്റർ ആയിരിക്കണം വേണ്ടത്. അതുകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കി കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ ആ തിക്കായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. നന്നാക്കി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊന്ന് നമ്മുടെ മാവ് ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളൊരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക. പാൻ എടുക്കുക. പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കോക്കനട്ട് ഓയിലായാലും കുഴപ്പമില്ല. പിന്നെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മാവിൽ മുക്കിയിട്ട് പഴം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്നൊന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. കുറച്ചായിട്ട് പൊരിച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത്, അല്ലെങ്കിൽ ഒന്നായിട്ട് കട്ട പിടിച്ചു പോകും. നമ്മൾ പുറത്തുനിന്നൊക്കെ പഴംപൊരി വാങ്ങുമ്പോൾ ഒരേ എണ്ണയിൽ തന്നെ വേവിച്ച പഴംപൊരിയൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എണ്ണ പലഹാരങ്ങളൊന്നും തന്നെ പുറത്തുനിന്ന് വാങ്ങി കഴിക്കരുതെന്നാണ് കേട്ടോ പറയുക. അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ മാവ് തയ്യാറാക്കിയാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള പഴംപൊരി നമുക്ക് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകളൊക്കെ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്